ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകാ പുരുഷനായി ഇസ്ലാം അവതരിപ്പിക്കുമ്പോൾ അത് കേവലം ആത്മീയതയുടെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർക്ക് മാത്രമുള്ള മാതൃകയായിട്ടല്ല, ജീവിതത്തെ പൂർണ്ണമായി ആസ്വദിക്കുന്നവർക്കുള്ള മാതൃകയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജീവിതത്തെ ആസ്വദിക്കുക, ദൈവിക വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, ജീവിതത്തിൻ്റെ ഓരോ രംഗവും പരിവർത്തിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആസ്വാദനം ഉണ്ടാവുക എന്ന് ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊണ്ടെത്തുകൊണ്ട് തെളിയിച്ചയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തെയും വ്യക്തിത്വത്തെയുമെല്ലാം പരമാവധി തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമവും നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയായി സ്വീകരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ ആ സമൂഹം തീർച്ചയായും തൃപ്തമായിരിക്കുമെന്നും ആ സംതൃപ്തിയിൽ അധിഷ്ഠിതമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ആ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ചൂഷണങ്ങളൊന്നും നടക്കുകയില്ല എന്നും സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനെയും തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത്.